ജീവിതത്തിൽ ഒരുപാട് മക്കളും പുള്ളിമാരും പേരക്കുട്ടികളൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ മരണപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ പ്രയാസങ്ങളുണ്ടാകും. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, നിങ്ങൾ എന്താണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, സ്വഹാബത്ത്, ഇന്നൽ ഐന തദ്മഉ വൽ ഖൽബ يحزن ولا نقول إلا ما يرضى ربنا وإنا بفراقك يا إبراهيم لمحزونون. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മക്കൾ മരിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം, മനസ്സിൽ വലിയ ദുഃഖമുണ്ടാകും, ഖൽബിൽ വലിയ ബേജാറും വിഷമമുണ്ടാകും, കണ്ണ് നിറഞ്ഞു പോകും. ഓർത്തു പോകുമ്പോ നമ്മൾ ഇവിടെ പറഞ്ഞവരെ നമ്മൾ ഓർത്തു പോകുമ്പോ കണ്ണ് നിറഞ്ഞു പോകും. ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ നമുക്ക്, ഒരുപാട് ഓർമ്മകളുണ്ടാവും. നമ്മളെ സ്നേഹിച്ചതും നമ്മളെ അനുസരിച്ചതും നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് പഠിച്ചതും ദാറുസ്സലാമിൽ വന്ന് പഠിച്ച് 2 വർഷം പഠിച്ച് അതിനുശേഷം ഇവിടെ ഈ കൊല്ലം വന്ന് ദാറുസ്സലാമിന്റെ ദർസ് എന്ന് പറയും ഇവിടെ തുടങ്ങിയപ്പോ അതിലും വന്നു. അപ്പൊ അതിനിടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഓർക്കാനുണ്ടാകും. അപ്പോൾ മനുഷ്യന്റെ കൽബുകൾ ദുഃഖിക്കും. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തൊന്നും നമ്മൾ ചിന്തിക്കാനും പറയാനും പാടില്ല. അത് അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹുവിനെ നമ്മൾ റബ്ബായിട്ട് തൃപ്തിപ്പെട്ടതാണ്. അതുകൊണ്ട് നമുക്കൊന്നും പറയാനുള്ള ഓപ്ഷൻ ഇല്ല, പറയാൻ കഴിയില്ല. അള്ളാഹുക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും ദുആ ചെയ്യുക, ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. നമുക്കൊക്കെ അല്ലാഹു തആല നല്ല മരണം നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ആശ്വസിക്കാനുള്ളത് അവർക്ക് വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരുപാട് ആളുകൾ എനിക്ക് അറിയുന്നവരും അറിയാത്തവരുമായ ആളുകൾ ദുആ ചെയ്തുകൊണ്ട്, ഫോൺ വിളിച്ചുകൊണ്ട്, വോയിസ് അയച്ചുകൊണ്ടും കാണുമ്പോഴൊക്കെ ദുആ ചെയ്യുന്നുണ്ട്. ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോ ഇന്നലെ ഉമ്മാനോടൊക്കെ പറഞ്ഞതാണ്, ആ കുട്ടിക്ക് വേണ്ടി ദുആക്കണം. അപ്പോ എൻ്റെ ഉമ്മ പറഞ്ഞു, ആ കുട്ടിക്ക് നല്ല ദുആ കിട്ടും, എങ്ങനെയായാലും ദുആ കിട്ടും എന്നൊക്കെ പറഞ്ഞു. രാവിലെ ഞാൻ മൊബൈൽ വാട്സപ്പ് നോക്കിയപ്പോ എൻ്റെ സുഹൃത്ത്, തായിഫിലുള്ള ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അയാൾക്കറിയില്ല, കണ്ടിട്ട് പോലുമില്ല, സിറാജിനെ അവനക്കറിയില്ല. പക്ഷെ അയാൾ മെസ്സേജ് ഇങ്ങനെയാണ്, ഞാൻ ഇന്നലെ അബ്ബാസ് പള്ളി, തായിഫിലെ വലിയ പ്രശസ്തമായ പള്ളിയാണ് അബ്ബാസ് മസ്ജിദ്. പിന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര്. പിന്നെ അബ്ബാസ് എന്ന് പറഞ്ഞാൽ മുതഅല്ലിമീങ്ങൾക്ക്, ഇൽമിന്റെ അഹ്ലുകാർക്ക്, പ്രത്യേകിച്ച് ഖുർആനും ഇൽമൊക്കെ പഠിക്കുന്നവർക്ക് മറക്കാൻ പറ്റാത്തവർ ആളാണ്, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പള്ളിയിൽ പോയി ഒരുപാട് സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്നു. തിങ്കളാഴ്ചകൾ ഞാൻ ഒരുപാട് പോയിട്ടുണ്ട് അവിടെ. തിങ്കളാഴ്ചകളിൽ ഒരുപാട് ആളുകൾ, നോമ്പുകാർ മുഴുവൻ അവിടെ ഉണ്ടാവും, നോമ്പ് തുറക്കാൻ. അങ്ങനെ അബ്ബാസ് പള്ളിയിൽ പോയി അവിടെ സിയാറത്ത് ചെയ്തിട്ട് ഞാൻ യാസീൻ ഓതിയിട്ട് സിറാജിന് വേണ്ടി ഞാൻ ദുആയിരുന്നു എന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോ എനിക്ക് മനസ്സിലായി എൻ്റെ ഉമ്മ പറഞ്ഞതിന്റെ അർത്ഥം, ആ കുട്ടിക്ക് ദുആ കിട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ദുആക്കും. ഇന്നലെ ബഹുമാനപ്പെട്ട ജമാലിലേക്ക് കണ്ടപ്പോൾ അദ്ദേഹം ദുആയിരുന്നു. എൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് അതിൽ ഒരു വോയിസ് അയച്ചു, കുട്ടിക്ക് വേണ്ടി ദുആന്നുകൊണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ദുആ ചെയ്യാം, ഭാഗ്യമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായാലും മരിക്കും, നമുക്ക് പറയാൻ കഴിയില്ല. എത്രയോ ആളുകൾ ഇന്നലെ എന്റെ വീട്ടിൽ എന്റെ ഭാര്യയുടെ വല്യമ്മ ഇന്നലെ മരണപ്പെട്ടു. അല്ലാഹു ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. എന്ന് പറയുന്ന 90 വയസ്സിലധികം പ്രായമുള്ള ഒരു വലിയ ആബിദത്താണ്. എല്ലാ ദിവസവും
ഈ കഴിഞ്ഞ അടുത്ത് വരെ ഒരു മാസമൊക്കെ മുമ്പ് രോഗം കൂടുന്നത് വരെ അടുത്ത് വരെ രാവിലെ 3 മണിക്ക് മുമ്പേ എഴുന്നേൽക്കും. എന്നിട്ട് സുഹൃത്തുക്കൾ ഒരുപാട് കാണാന്നറിയും, ഒരുപാട് സുഹൃത്തുക്കൾ ലഭിക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തിൽ വിധവ ഭർത്താവ് മരണപ്പെട്ടതാണ്. വളരെ ചെറുപ്പത്തിൽ ഭർത്താവ് മരണപ്പെട്ട ഉമ്മയാണ്. അതിന്റെ കാക്ക 6 വയസ്സുള്ള സമയത്ത് മരണപ്പെട്ടു. അപ്പോ ഇത്ര കാലം വിധവയായി മക്കളെ നോക്കി ജീവിച്ച് ഇബാദത്തിലായി ജീവിച്ചു പോയ ഉമ്മ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. 90 വയസ്സ് ഞാൻ പറഞ്ഞതല്ല, അത്ര വയസ്സ് ജീവിച്ച് ഇത് 16-17 വയസ്സ് നമുക്കൊന്നും കണക്കാക്കാൻ കഴിയില്ല. അള്ളാഹു എല്ലാവരെയും സ്വർഗത്തെ ഒരുമിച്ച് കൂട്ടിത്തരുന്നതാണ്. അവസാന സമയത്ത് കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടുന്ന് പോകുമ്പോ ബുധനാഴ്ചയുടെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു, പനിയുണ്ടാകും, ചെറിയൊരു പനിയും ഒക്കെ ഉണ്ട്. എന്നാലും പിന്നെ സാധാരണ ഞാൻ പറയാറുണ്ട്, ബെത്തങ്ങാടിയിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ കുട്ടിക്ക് ഉഷാറുണ്ടാവില്ല. ഇങ്ങനെ മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും സുഖമില്ലാതെ ഇങ്ങനെ പനി വന്നിട്ടും ഒക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വേറെ ഒക്കെ കൊണ്ടുപോയിട്ട് കാണിച്ചു പിന്നെ തിരിച്ചായി. കുറെ ലീവായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വർഷം നമുക്ക് കരായത്ത് പഠിക്കാം, സ്ഥാപനത്തിലാകുമ്പോൾ അതിന്റെ സിലബസ് കുറെ പഠിക്കാൻ, പിന്നെ ക്ലാസ് ലീവായ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറയാറുണ്ട്, നമുക്ക് ഇവിടുത്തെ കുട്ടികളെ നിങ്ങൾ ആ ബാച്ച് അവിടെ PUC പഠിക്കണം, ആ ബാച്ച് കോളേജിൽ പോകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമുക്ക് പഠിച്ചിട്ട് കോളേജിൽ പോകണം എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടെ ഇൻഷാ അല്ലാഹ് എന്ന് പറയും. പക്ഷെ കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ ക്ഷീണമൊക്കെ തോന്നിയപ്പോൾ ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഉഷാറാവണം. നമുക്ക് അവര് പോകുന്ന സമയത്ത് തന്നെ അവിടുന്ന് കോളേജിൽ പോകുന്ന ആ ടൈമിൽ അതേ ബാച്ച് നിന്റെ ബാച്ച് പോകുമ്പോൾ ഇവിടുന്ന് നിനക്ക് കോളേജിൽ പോകണം. കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല, മുഖത്ത് പ്രതീക്ഷയുണ്ടായിട്ടുണ്ടാവില്ല. വ്യാഴാഴ്ചയും ഇവിടുന്ന് ഞാൻ ബുധനാഴ്ച പോയതിനു ശേഷവും എല്ലാവരും നമുക്ക് അങ്ങനെയാണ്. നമ്മളെല്ലാ കുട്ടികളൊക്കെ പറയാറുണ്ട് എപ്പോഴും, നമ്മൾ സ്വന്തം കുട്ടികളെക്കാൾ അധികം സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മുത്താലിമീങ്ങൾ. എല്ലാവരോടും പറയുന്നത് എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്നെ വേണമെങ്കിൽ പറഞ്ഞോ, എന്നോട് എന്ത് വേണമെങ്കിൽ ചെയ്താലും ഞാൻ പൊരുത്തപ്പെടും. പക്ഷെ എന്റെ മുത്താലിമീങ്ങളെ നിങ്ങൾ വേദനിപ്പിക്കുന്നത് എല്ലായിടത്തും എല്ലാ ദിവസവും പറഞ്ഞു കാര്യമാണ്. ദർസിനെ, നമ്മുടെ സംവിധാനത്തിന്, നമ്മുടെ ദർസിനെ, നമ്മുടെ സ്ഥാപനത്തിനെ, നമ്മുടെ മുത്താലിമീങ്ങളെ ആർക്കും അനുവദിക്കാറില്ല. അള്ളാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു നമുക്ക് എനിക്ക് തന്നെ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. നമ്മളെ ആ ബന്ധമുള്ള സ്നേഹമൊക്കെ എത്ര ഉണ്ടോ എന്നുള്ളത് നമുക്ക് നമ്മളോട് കുട്ടിയോട് പറയാറുണ്ട്. വേറുള്ള ലോകത്ത് എല്ലാവരും കൂടി പറഞ്ഞാലും, തങ്ങളെ പറ്റി അത് പറഞ്ഞാലും, എന്തൊക്കെ എഴുതിയാലും, എന്തൊക്കെ പ്രയാസപ്പെടുത്തിയാലും അതിനെ ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ മുത്താലിമീങ്ങൾ ചെറിയൊരു എന്തെങ്കിലും ഒരു പിന്നെ പ്രയാസമുള്ള അനുസരണക്കേട് കാണിച്ചാൽ, എന്റെ മക്കൾ കാണിച്ചാൽ അത് നമുക്ക് വലിയ പ്രയാസമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ മുത്താലിമീങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാണ്. പോകുമ്പോൾ അടുത്ത ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ജലാലിയ അന്തിമ നമ്മുടെ മശായിഖന്മാരെ ആണ്ട് നടത്താറുണ്ട് എല്ലാ വർഷവും. അപ്പൊ കുട്ടിയോടൊക്കെ ഖത്തം ഓതാൻ പറഞ്ഞിരുന്നു. എല്ലാ കുട്ടിയോടും ഖത്തം ഓതാൻ പറഞ്ഞു. കോളേജില് ദർസലാമിലെ കുട്ടിയോട് ഖത്തം ഓതാൻ പറഞ്ഞു. ഇവിടെയുള്ള കുട്ടിയോട് 2 ജുസും ഓതിയാൽ മതി, അവർക്ക് സ്കൂളൊക്കെ പോകാനുള്ളത് കൊണ്ട് കുറെ പോകുന്നുണ്ട്. 2 ജുസും ഓതാൻ വേണ്ടി സക്കറിയ വൈസിയോട് പറഞ്ഞത് ക്ലാസ്. പക്ഷെ അന്ന് സിറാജുദ്ദീൻ വീണ്ടും ആവർത്തിച്ച് ഞാൻ ഒരു ഖത്തം ഓതും, 2 ജുസ് ഓതാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഖത്തം ഓതും. കുറച്ച് വൈകിയാലും ഞാനൊരു ഖത്തം ഓതും. പെട്ടെന്ന് ഓതി തീർക്കണ്ടല്ലോ, കുറച്ച് വൈകും. പക്ഷെ എന്നാലും ഞാൻ ഒരു ഖത്തം ഓതും എന്ന് പറഞ്ഞ് ഖത്തം ഏറ്റെടുത്തു. അതുകൊണ്ട് ആയിരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം ഖുർആൻ ഓതി പള്ളിയിൽ അസറിന്റെ ശേഷമൊക്കെ അദ്ദേഹം ആ കുട്ടി പള്ളിയിലുണ്ടായിരുന്നു. നാട്ടിലെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു, നേരത്തെ വന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കുന്നതിന്റെ മുമ്പത്തെ ദിവസം തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവസാന സമയത്തൊക്കെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് വരിക എന്ന് പറഞ്ഞാൽ അത് നല്ല ഹുസ്നുൽ ഖാത്തിമയുടെ അടയാളമാണ്. അവസാനം നല്ലത് ഖൈറായ കാര്യങ്ങൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് ഉണ്ടാകുക, അതാണ് മനുഷ്യന്റെ ഭാഗ്യം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. പറയാണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക്
അവിടെ ദുആ ചെയ്യാനുണ്ട്. നമ്മുടെ ദാറുസ്സലാമിൽ വെച്ചുകൊണ്ട് പിന്നെ ദുആവും ദിക്റും അതുപോലെ സദസ്സൊക്കെ നാളെ നടക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സവാബ് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവിടെ ഖബർ അള്ളാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യും. ആ കുടുംബം ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപക്ഷെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ നിങ്ങളും ഞാനൊന്നും അനുഭവിക്കാത്തത്ര മനസ്സിന് വിഷമവും പ്രയാസവും ആ കുട്ടിക്കുണ്ടായിരുന്നു. എന്നാലും എന്നെ കൊണ്ട് കഴിയില്ലെന്നോ അല്ലെങ്കിൽ ഞാൻ മതിയാക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഉസ്താദുമാർക്ക് ഇഷ്ടമല്ല, മതിയാക്കുന്നവർക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ വീട്ടിൽ വലിയ വിഷമങ്ങളാണ്, ഉപ്പയും ഉമ്മയും ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ നോക്കാനും ഒക്കെ ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല. അതിന്റെ വലിയ പ്രയാസങ്ങൾ ഉപ്പയുടെ ഭാഗങ്ങളൊക്കെ ഉപ്പയുടെയൊക്കെ സ്നേഹം അനുഭവിച്ചവരാണ് നമ്മൾ അധികം ആളുകൾ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പക്ഷെ ആ കുട്ടി ബാപ്പ ഉണ്ടായിട്ടും അനാഥനെ പോലെ യതീമിനെ പോലെയാണ് കുട്ടി വളർന്നത്. അവിടെ ബാപ്പ എന്ന് പറയുമ്പോൾ അവിടെ ബാപ്പ എന്നൊക്കെ പറയുന്നത് നമ്മളാണ്, നമ്മളെ സ്ഥാപനം, നമ്മളെ ഉസ്താദുമാരാണ്. അപ്പോ എല്ലാത്തിനും സന്തോഷം അല്ലാഹുവിന്റെ ഖബറിൽ അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ അവിടുത്തെ ഉമ്മാക്ക്, അവരെ അനിയന്മാർ, അവർക്ക് വേറെ ആരോഗ്യമില്ല, അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. നമ്മൾ എത്ര സമാധാനിപ്പിച്ചിട്ടും കാര്യമില്ല, അല്ലാഹു തന്നെ സമാധാനിപ്പിക്കും. തന്റെ മോൻ എത്തിയത് നല്ല സ്ഥലത്താണ്, എന്റെ മോൻ ഭാഗ്യവാനാണെന്ന് എന്ന് ആ ഉമ്മാക്ക് അല്ലാഹു തന്നെ കാണിച്ചു കൊടുക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ല നമ്മുടെ ഒരു വാക്കുകൾ കൊണ്ടും സമാധാനിപ്പിക്കാനില്ല. രാവിലെയും എന്റെ മോനെ വീണു എന്ന് പറഞ്ഞ് എനിക്ക് ഫോൺ വിളിച്ചു. എന്റെ മോൻ വീണിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോൺ വിളിച്ചു. അപ്പോ നമ്മൾ ദുആ ചെയ്യണം. എല്ലാവരും ആത്മാർത്ഥമായിട്ട്. നമുക്കൊരു പാഠം കൂടിയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ കളിയും തമാശയും മൊബൈലും അതിനോടുള്ള ഈ ജ്വരവും ആസക്തിയും ആക്രാന്തവും ഒക്കെ മാറ്റി വെച്ചിട്ട് ഖബറിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു, സിറാജിന്റെ ഖബറിൽ ഇനി അവന്റെ അമലുകളാണ് കൂടുതൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഉറ്റവരുടെ ദുആകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. മയ്യത്ത് അല്ലെങ്കിൽ മനുഷ്യൻ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിപ്പോകുമ്പോൾ പിടിവള്ളിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് പോലെ അവന്റെ കൂട്ടുകാരുടെ ദുആ, അവന്റെ കുടുംബക്കാരുടെ ദുആ, അവന്റെ ഉസ്താദുമാരുടെ ദുആ, അതാണ് അന്യവന്റെ പ്രതീക്ഷ. അതുപോലെ നമുക്കൊക്കെ ഉണ്ടാകും. അല്ലാഹു നല്ല നിലക്കാക്കി തീരുമാനമാകട്ടെ. ഇന്നലെ ഞാനൊരു ഞാൻ ഒറ്റ ബഹുമാനിക്കുന്നു. നമ്മുടെ അടുത്ത് റാത്തീബിന് നേതൃത്വം കൊടുക്കാൻ അടുത്ത ആഴ്ച വന്ന ജാഫർ തങ്ങളോട് ഞാൻ പറഞ്ഞു, ഇന്നവിടെ ആണ്ടാണ്. ബഹുമാനപ്പെട്ട ഞങ്ങളൊക്കെ മുർഷിദായ മഹാനായ സയ്യിദ് പൂക്കോയ തങ്ങൾ കൊടുകൂടി വലിയ മഹാനവരുകൾ, അവരുടെ 10ാമത്തെ ആണ്ടാണ് ഇന്ന്. എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് അപ്പൊ എന്നോട് പറഞ്ഞത്, നമ്മൾ ആ കുട്ടിനെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് അല്ലാഹു നന്മ തരട്ടെ. ആ കുട്ടിയെ കൊണ്ട്, ആ കുട്ടി മുതഅല്ലിമാണ്, അല്ലാഹുവിന്റെ മുതഅല്ലിമീങ്ങൾ അല്ലാഹു വലിയ ഇഷ്ടമാണ്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അല്ലാഹു തആല ഇന്നൽ മലായികത തല്ലൗ അജ്നിഹതഹാ, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. മലായികത്തുകൾ അവർക്ക് ചിറക് വിരിച്ചു കൊടുക്കുന്നു എന്നൊക്കെ ഹദീസിൽ ഒരുപാട് പറയുന്നത്. അല്ലാഹു വലിയ ഇഷ്ടമുള്ളവർ, ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവർ. സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചവരെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും, ഈസിയാക്കി. ഒരു ബ്ലോക്കും ട്രാഫിക്കും ഒന്നുമില്ല, ബുദ്ധിമുട്ടില്ല, വെയിറ്റിംഗ് ഇല്ല, ഒന്നുമില്ല. അല്ലാഹു തആല വേഗം സ്വർഗ്ഗത്തിലേക്ക്. മുതഅല്ലിമാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നാട്ടിൽ പോയപ്പോഴും നമ്മുടെ നാട്ടുകാർ സിറാജിനെ പറ്റി ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ നാട്ടിലെ ഉസ്താദുമാര് പറഞ്ഞു. അവന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞു, വലിയ ഉത്തരവാദിത്വ ബോധമാണ്. ഉപ്പ ഇല്ലാത്തതിന്റെ, ഉപ്പ നോക്കാത്തതിന്റെ പ്രയാസം ആ മക്കളെ, ചെറിയ മക്കളെ അറിയിക്കാതെ അവ മദ്രസയിലേക്ക് കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരും, മദ്രസയിലേക്ക് കൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകും. ആ മക്കളെ നല്ല നോക്കുമായിരുന്നു നാട്ടിൽ വരുമ്പോ. നാട്ടുകാരൊക്കെ പറഞ്ഞു അങ്ങനെ പറ്റി നല്ല പറയാം. ഒരുപാട് ഞാൻ പറയുമ്പോ എന്നെക്കാൾ അതുപോലെ തന്നെ എന്നോട് ഈ ഇന്നലെ വ്യാഴാഴ്ചയൊക്കെ വലിയ ആവേശത്തോടു കൂടെ എല്ലാ ക്ലാസ്സിനും ആദ്യത്തെ അവസാനത്തെ ദിവസം ഒരു വലിയ ചരിത്രമാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അല്ലാഹു തആല
നമുക്ക് ഇവിടെ ഇങ്ങനെ മരണപ്പെട്ടു നമുക്ക് കാണുന്നില്ല. ഞാൻ ഈ കുട്ടികളെ ഇങ്ങനെ നോക്കുകയാണ്. ഈ കൂട്ടത്തിൽ എവിടെയോ ഇങ്ങനെ ആ മുഖം കാണുന്നത് പോലെ ഇങ്ങനെ അനുഭവപ്പെട്ടു. ഇല്ല, ഞാനിവിടെ കാറ് നിർത്തുന്ന സമയത്ത് എല്ലാവരും അങ്ങനെ, അധികാരങ്ങളും അങ്ങനെ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, മുത്താലിമീങ്ങൾ അങ്ങനെയാണ്. അവരത് വണ്ടി നിർത്തുമ്പോഴത്തേന് അവർ വരും, എന്തെങ്കിലും ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഡോറ് തുറക്കുമ്പോഴത്തേക്ക് അവർ ഓടി വരും. അതിന് മുമ്പിലായിരുന്നു സിറാജ്. റൂമിലേക്ക് ഇങ്ങനെ വരുന്നതിന്റെ മുമ്പ് ഡോറൊക്കെ തുറന്ന് റെഡിയാക്കി ഒക്കെ തട്ടി, വിരിപ്പൊക്കെ തട്ടി റെഡിയാക്കി വെക്കും. അതിന് മുമ്പിലായിരുന്നു. വലിയ താല്പര്യം, അങ്ങനത്തെ കാര്യം നല്ല ശ്രദ്ധിക്കുമായിരുന്നു. അവസാനം ബുധനാഴ്ചയും റൂമിലേക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് അവിടെ വെച്ച്. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് നല്ല നിലക്ക് ജീവിതം അത്രേ ഉള്ളൂ. നമ്മൾ അതിനൊക്കെ ഒരു കണക്കിന് ചിന്തിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുക. ഖബൽതു സഫിയഹു എന്നാണ് ഹദീസിൽ. അള്ളാഹ്ക്ക് നമ്മോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അള്ളാഹു തന്നെ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ഖബൽതു സഫിയഹു. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു പിടിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ നമ്മുടെ മുത്തഅല്ലിമീങ്ങളാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അള്ളാഹു പിടിക്കും. അള്ളാഹു ഇതുപോലെ ഒരുപാട് ഹദീസുകൾ. അവസാനം റിയാദ് സ്വാലിഹിന്റെ ഹദീസ്, അവസാനമായിട്ട് റിയാദ് സ്വാലിഹിൽ ക്ലാസ് എടുക്കുമ്പോൾ, അവരെ ബാച്ചിന്റെ ക്ലാസ് എടുക്കുമ്പോഴും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസാണ്. അള്ളാഹു തആല ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ഇതുപോലുള്ള പരീക്ഷണങ്ങൾ അവന്റെ സുഹൃത്തുക്കൾ അള്ളാഹു മരിപ്പിക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ പരീക്ഷണങ്ങൾ കൊണ്ടോ അള്ളാഹു പരീക്ഷിക്കുമെന്ന് പറയുന്ന ഹദീസാണ് അവസാനമായിട്ട് സിറാജുദ്ദീൻ ഈ പള്ളിയിൽ നിന്ന് ഓതിയത്. അതുകൊണ്ട് ഞാൻ പോവുകയാണെങ്കിൽ, ഞാൻ മരിക്കുകയാണെങ്കിൽ നിങ്ങളാരും വിഷമിപ്പിക്കണ്ട എന്ന് നമ്മളൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഒരു പക്ഷേ ആ ക്ലാസ്സിൽ. കാരണം മരിക്കാന്ന് പറഞ്ഞ പ്രിയപ്പെട്ടവർ മരിക്കാന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് അവസാനം എവിടുന്ന് പഠിച്ചത്. അള്ളാഹു തആല ഖബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുകൊണ്ട് നമ്മളൊക്കെ മുതഅല്ലിമാവുക, മുതഅല്ലിമീങ്ങളെ സ്നേഹിക്കുക. നമുക്ക് ഈ ദർസിൽ ഇൻഷാ അല്ലാഹ്, ഈ ദർസ് നമുക്ക് എന്തോ കാണുന്നു. അള്ളാഹു തആല നിലനിർത്തി തീർമാനാകട്ടെ. ഇതിന് നമുക്ക് ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയെടുക്കണം. തീർച്ചയായിട്ടും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കുട്ടിയുടെ ഒക്കെ ബർക്കത്ത് കൊണ്ട് എന്നോട് ജാഫർ തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ അവരെ തവസ്സുലാക്കിക്കൊണ്ട് വരണം. മുതഅല്ലിമായിട്ട് മരിച്ചുപോയ അള്ളാഹു തആല അവരൊക്കെ കൊണ്ട് നമ്മുടെ ദർസിനും നമ്മുടെ സ്ഥാപനത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് നമ്മളെ മുമ്പേ പറഞ്ഞതാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മശായിഖന്മാരുടെ ആണ്ട് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇന്നലെ സഫർ 1 ബഹുമാനപ്പെട്ട സയ്യിദ് ബഹുമാനപ്പെട്ട ശൈഖുനാ തൃപ്പണിച്ച് ഉസ്താദ് വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ ആണ്ടാണ് സഫർ 1. സഫർ 2 അതായത് ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാവു സയ്യിദ് പൂക്കോയ തങ്ങൾ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഒരുപാട് പറയാനുണ്ട് അവിടെ. ആണ്ട് 2 അതുപോലെ 19 ഞങ്ങളുടെ വല്യപ്പയുടെ ആണ്ടാണ്. വലിയ ആലിമും വലിയ ആബിദും വലിയ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മഹാനായി ഞാൻ ഒരുപാട് കണ്ടതാണ്. അതുപോലെ തന്നെ സഫർ 21 ഞങ്ങളുടെ ശൈഖുനാ ഖാദിരി ഉസ്താദിന്റെ ഇവരൊക്കെ ഒരു ചരിത്ര പുരുഷന്മാരാണ്. അള്ളാഹു ഇവിടൊക്കെ നിറച്ചെന്ന് ഉയർത്തി കൊടുക്കട്ടെ. അതുകൊണ്ട് എല്ലാ കൊല്ലവും അവരെ പേരിൽ നമ്മളിങ്ങനെ ഖത്തം ഓതി ജലാലിയ റാത്തീബ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച രാത്രി നമുക്ക് ജലാലിയ റാത്തീബിന്റെ അതിന്റെയൊക്കെ വലിയ ഉസ്താദുമാരും സദാർത്ഥികളൊക്കെ വരുന്നുണ്ട്. എല്ലാവരും അതിനൊക്കെ പങ്കെടുത്ത് അള്ളാഹു നമ്മൾ അവരോട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും.